ഇതൊരു പ്രെഡിക്ഷൻ വീഡിയോ മാത്രമാണ്. ഇന്നത്തെ പ്രൊമോയിലൂടെ ആരൊക്കെയാണ് ഇന്ന് നോമിനേഷനിൽ വരിക എന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു പ്രെഡിക്ഷൻ ലിസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൺഫഷൻ റൂമിൽ രണ്ടുപേര് പോയിരുന്ന് അവർ തമ്മിൽ ചർച്ച ചെയ്ത് ഒരാളെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. അവർക്ക് രണ്ടുപേർക്കും ഒരു തീരുമാനം എത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ നോമിനേറ്റ് ആകാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും തന്നെ നോമിനേറ്റ് ആകുന്നതായിരിക്കും. ആദ്യം ചെല്ലുന്നത് ജാസ്മിനും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറുമാണ്. അഭിഷേക് നല്ല രീതിക്ക് ജാസ്മിനെ പറ്റി പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ജാസ്മിനും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. ഇനി ഞാൻ പറയട്ടെ അഭിഷേക് എന്ന് പറഞ്ഞ് ജാസ്മിന്റെ ഭാഗം ജാസ്മിനും പറയുന്നുണ്ട്. അവരുടെ ഒരു സംസാര രീതി കേട്ടിട്ട് അവർ രണ്ടുപേരും നോമിനേറ്റ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്സരയും ഋഷിയും പോകുന്നുണ്ട്. അത് 100% ഉറപ്പുള്ള കേസാണ്. അവർ രണ്ടുപേരും തന്നെ ഉറപ്പായിട്ടും നോമിനേറ്റ് ആകും. അവരുടെ സംസാര രീതി അങ്ങനെയാണ്. ഋഷിക്ക് പേടിയാണ് ഞാൻ നോമിനേറ്റ് ആകാം എന്നുള്ള രീതിയിലേക്ക് അപ്സര പറയുന്നുണ്ട്. പക്ഷേ ഋഷി അങ്ങനെ ഒട്ടും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. അൻസിബയാണെങ്കിൽ ഞാൻ വിട്ടുകൊടുത്തേനെ, ഇതിപ്പോൾ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് അപ്സരനെ കുറെ കളിയാക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും എന്തായാലും നോമിനേറ്റ് ആകും. പിന്നീട് അൻസിബയും നോറേനെ കാണിക്കുന്നുണ്ട്. നോറ എന്തൊക്കെ കാര്യങ്ങൾ അൻസിബിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ അൻസിബ മാത്രം നോമിനേറ്റ് ആകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം അൻസിബ ഈയിടെ ആയിട്ട് തന്നെ വീട്ടിൽ പോണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആഴ്ച ഇങ്ങനെ കിടന്ന് പറഞ്ഞു. 2 ആഴ്ച നോമിനേഷനിൽ വന്നു, പക്ഷേ വോട്ട് കിട്ടിയത് കൊണ്ട് അൻസിബ പുറത്തേക്ക് പോയില്ല. അതുകൊണ്ട് അൻസിബയ്ക്ക് നോമിനേഷനിൽ വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമുള്ള കേസൊന്നുമല്ല. കാരണം ഓൾറെഡി വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അൻസിബ നോമിനേറ്റ് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നോറ അവിടെ സേഫ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അർജുനും ജിൻഡോയേനും കാണിക്കുന്നുണ്ട്. അവിടെയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള സംസാരമാണ് കാണുന്നത്. ജിൻഡോ ഓൾറെഡി അർജുനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അർജുൻ അത് ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിലും അർജുൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും നോമിനേറ്റ് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് ശ്രീധുവിനെയും സിജോയിനെയുമാണ്. അവർ രണ്ടുപേരും ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ സിജോയ്ക്ക് കൂടുതൽ സംസാരിക്കാൻ അറിയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശ്രീധു ആ ഒരു പ്രൊമോയ്ക്കകത്ത് വിട്ടുകൊടുക്കുന്നതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ആരാണ് അവസാനം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആരാണ് നോമിനേറ്റ് ആകുന്നതെന്ന് ചോദിക്കുമ്പോൾ സിജോ പറയുന്നുണ്ട് ശ്രീധു ആണ് എന്ന്, ശ്രീധു പറയുന്നുണ്ട് സിജോ ആണ് എന്ന്. അതുകൊണ്ട് അവർ രണ്ടുപേരും വിട്ടുകൊടുക്കാത്ത രീതിയിലാണ് പ്രൊമോയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ രണ്ടുപേരും തന്നെ നോമിനേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലാസ്റ്റ് നന്ദനയെയും സായിയെയും കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് സായിക്ക് ഓൾറെഡി ഡയമണ്ട് കിട്ടിയതുകൊണ്ട് സായി ഓൾറെഡി സേവ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ നന്ദനയ്ക്ക് എന്തോ ഒരു സ്പെഷ്യൽ പവർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്യാപ്റ്റൻ ആയതിന്റെ പേരിൽ ഒരാളെ എക്സ്ട്രാ സേവ് ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കാം അത്. എന്തായാലും അതെന്താണെന്ന് അറിയത്തില്ല, അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ അതേപോലെ തന്നെ രശ്മിൻ ഓൾറെഡി ഒരു നോമിനേഷനിലുണ്ട്. അതിൽ ലാലേട്ടൻ കൊടുത്തൊരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് 2 ആഴ്ചത്തേന് രശ്മിൻ ഓൾറെഡി നോമിനേഷനിലുണ്ട്. അവൾ മൊത്തത്തിൽ ഒരു നോമിനേഷൻ ലിസ്റ്റ്, എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ രശ്മിൻ ബായ്, ജാസ്മിൻ, അഭിഷേക് ശ്രീകുമാർ, ശ്രീധു, സിജോ, ജിൻഡോ, അർജുൻ, അൻസിബ, അപ്സര, ഋഷി, ഇതിൽ നിന്നും ഒരാൾ സേവ് ആകാനുള്ള സാധ്യതയുണ്ട്. ക്യാപ്റ്റന്റെ ഒരു പവർ വെച്ച് ഒരാളെ സേവ് ആക്കും. അപ്പോൾ എന്തായാലും ഇത്രയും പേരാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത്. എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് താഴെ ഒന്ന് പറയുക. ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.